നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്നത്തെ വിഷയം വിദുര മഹാത്മാവിൻ്റെ തീർത്ഥാടനം എന്നുള്ളതാണ്. ശ്രീമദ് ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തിൽ വരുന്ന ഭാഗങ്ങളാണ് ഇവയെല്ലാം. തീർത്ഥാടനം ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ്. പക്ഷേ എന്നാൽ ശ്രീമദ് ഭാഗവതം തന്നെ പറയുന്നുണ്ട്, ഗംഗാസ്നാനം ഒരാളെ ശുദ്ധീകരിക്കുന്നതിനേക്കാളും കൂടുതൽ വേഗത്തിൽ ഒരു സാധുവിൻ്റെ സംഘം നമ്മളെ ശുദ്ധീകരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗംഗയിൽ ചെന്ന് കുളിച്ചാൽ നമ്മൾ ശുദ്ധമാകും. അതിനേക്കാളും വേഗത്തിലാണ് ഒരു സാധുവിൻ്റെ സംഘം നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ തീർത്ഥാടനത്തിനേക്കാളും പ്രസക്തി കൂടുതൽ സാധുസംഘത്തിനാണ്. നല്ല ഉയർന്ന പരിശുദ്ധരായ ഭക്തരുടെ കൂടെ നമ്മൾ കഴിയുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സംഭാഷണം, അവരുടെ ഭക്ഷണം കഴിക്കുന്ന രീതി, ഉറങ്ങുന്ന രീതി, എഴുന്നേൽക്കുന്ന രീതി, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ അത് നമ്മളെ വല്ലാണ്ട് സ്വാധീനിക്കും. നമുക്കും അതുപോലെയൊക്കെ ആയാൽ കൊള്ളാം എന്ന് മനസ്സിൽ തോന്നും. പിന്നെ എന്തിനാ തീർത്ഥാടനം? അതായത് തിരക്കേറിയ ഒരു ജീവിതമാണ് നമ്മുടെ എല്ലാം. ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല, അതിനുള്ള കൂലി ഉണ്ടാവില്ല, എന്നാലും നമ്മളെല്ലാവരും വളരെ തിരക്കാണ്. പ്രഭുപാദർ ഒരിക്കൽ തമാശയ്ക്ക് ചോദിച്ചു. പ്രഭുപാദർ വന്ന് 2-ാമത്തെയോ 3-ാമത്തെയോ നില കെട്ടിടത്തിൽ അമേരിക്കയിലിരിക്കുക. രാവിലെ എണീറ്റ കാറുകളെല്ലാം അങ്ങോട്ട് റും റും എന്ന് പറഞ്ഞ് ഓടുന്നു. പ്രഭുപാദർ ശബ്ദവും ഉണ്ടാക്കിയിട്ട് ഇവരെങ്ങോട്ടാണ് ഇത്ര പാഞ്ഞു പോകുന്നത്? ഒരു അർത്ഥവുമില്ലാതെ അർത്ഥശൂന്യമായ കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സാധു വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിലേക്കൊരു സാധു വന്നിട്ടുണ്ട്. ചെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹം പറയുന്നതെല്ലാം കേൾക്കുക, ജീവിതത്തിൽ പകർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല. എല്ലാവർക്കും തിരക്കാണ്. അതുകൊണ്ട് ഈ തീർത്ഥാടനം പോകുന്ന സമയത്ത് ഒരു 4 ദിവസം, 5 ദിവസം, ഒരാഴ്ച, വർഷത്തിലൊരു തവണയെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വച്ചിട്ട് നമ്മൾ അവിടെ ചെന്ന് ഭഗവത് കഥകൾ കേൾക്കുക. അതും പ്രഭുപാദർ ഒരു തീർത്ഥാടനത്തിനെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. ചൈതന്യ ചരിതാമൃതത്തിൽ സനാതന ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പറയുന്നു, ഒരുപാട് ആൾക്കാരെയും വിളിച്ചുകൊണ്ട് വൃന്ദാവനത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നു.
ഈ നിയമം കൃത്യമായി ഞങ്ങൾ പാലിക്കാറില്ല. എന്നാൽ സനാതന ഗോസ്വാമി വ്യക്തമായി പറഞ്ഞതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത്, ഒരുപാട് ആൾക്കൂട്ടത്തിൽ വൃന്ദാവനത്തിൽ പോകാൻ പാടില്ല. കാരണം വൃന്ദാവനം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് ഭഗവത് ലീലകൾ ഓർക്കാനും ഭഗവാന്റെ നാമം ഉരുവിടാനും അത്തരം ഉയർന്ന ഭക്തരെ സേവിക്കാനുമുള്ള ഒരു അവസരമാണ്. അതൊരു കാര്യം പ്രഭുപാദർ തീർത്ഥാടനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു കാര്യം പ്രഭുപാദർ തീർത്ഥാടനത്തിനെ കുറിച്ച് പറഞ്ഞത്, നമ്മളൊരു പുണ്യ സ്ഥലത്ത് ചെന്നാൽ ഓടി നടന്ന് ദർശനമെടുക്കും. അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ഭക്തന്മാർ വലിയ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഇറങ്ങും. പെട്ടെന്ന് അവിടെ ദർശനം കഴിഞ്ഞു, ഉടനെ അത് ടിക്ക് ചെയ്യും. അടുത്ത സ്ഥലം അവിടെ പോയി, അത് ദർശനം കഴിഞ്ഞു, ഇത് ദർശനം കഴിഞ്ഞു, ഇവിടെ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ 13 സ്ഥലം കണ്ടു. അതുമല്ല യഥാർത്ഥത്തിൽ തീർത്ഥാടനം. ഓരോ സ്ഥലത്തും ചെന്ന് അവിടുത്തെ സാധുക്കളെ കണ്ടുപിടിച്ച് അവരുടെ മുഖത്തിലിരുന്ന ആ സ്ഥലത്തിൻ്റെ ലീലകൾ മുഴുവനും ശ്രവിച്ച് അവിടെ ഇരുന്ന് 1-2 നാമം ജപിച്ച് എന്തെങ്കിലും ആ പുണ്യതീർത്ഥത്തിലേക്ക് ഒരു സേവനം, നമ്മൾ 4 ചണ്ടിയും ചവറും ഒക്കെ വലിച്ചെറിഞ്ഞ് ക്ലീൻ ചെയ്ത്, ഇതാണ് യഥാർത്ഥ തീർത്ഥാടനം. അതായത് കൂടുതൽ കേൾക്കുക. കണ്ണുകൊണ്ട് ദർശിക്കുന്നതിനേക്കാളും പ്രാധാന്യം ചെവി കൊണ്ട് ദർശിക്കുക. ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ദർശനം എന്ന വാക്കിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെന്ന് ഭഗവത് വിഗ്രഹത്തിനെ കാണുന്നതല്ല ദർശനം. നമ്മൾ ശുദ്ധരാവാൻ ശ്രമിക്കുക, ഭഗവാൻ നമ്മളെ കാണും, അതാണ് ദർശനം എന്നൊരു വ്യാഖ്യാനം ഭക്തിസിദ്ധാന്ത സരസ്വതി തന്നിട്ടുണ്ട്. ഇപ്പം ഈ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് വിദുര മഹാത്മാ തീർത്ഥാടനം പോയത്. ശ്രീമദ് ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തിൽ അത് വിവരിക്കുന്നുണ്ട്. വിദുരൻ എപ്പോഴും ധൃതരാഷ്ട്രക്ക് ഉപദേശങ്ങൾ നൽകും. ഇവർ 3 പേരും ഒരച്ഛൻ്റെ മക്കളാണ്. ആരാ 3 പേര്? ധൃതരാഷ്ട്ര, പാണ്ഡു, വിദുരർ. 3 പേരും ഒരു പിതാവിൻ്റെ മക്കളാണ്. എന്നാൽ സ്വഭാവത്തിൽ ഭയങ്കര അനന്തരം വ്യത്യാസമുണ്ട്. ഓരോരുത്തരും വ്യത്യസ്തമായ, അച്ഛനൊന്നാണെങ്കിലും വ്യത്യസ്തമായ സ്വഭാവം. കാരണം 3 അമ്മമാർ വേറെയാണ്. ഒരു സ്ത്രീ വ്യാസനെ കണ്ടപാട് പേടിച്ചങ്ങ് കണ്ണടച്ചു, ധൃതരാഷ്ട്രയെ മകനായി കിട്ടി. ഇനിയൊരു സ്ത്രീ വ്യാസനെ കണ്ടപാട് ഭയന്ന് മുഖമെല്ലാം വിളറിപ്പോയി, പാണ്ഡുവിനെ പുത്രനായി കിട്ടി. 3-ാമത്തത് ഇവർ 2 പേരും പോകാതെ ഒരു ജോലിക്കാരിയെ പറഞ്ഞു വിട്ടു, ദാസിയെ പറഞ്ഞു വിട്ടു. ആ ദാസി യാതൊരു ഭയവുമില്ലാതെ ചെന്ന് വ്യാസനെ തൊഴുത് പാദപൂജ ചെയ്ത് സേവകൾ ചെയ്ത് വ്യാസനെ പ്രീതിപ്പെടുത്തി. അതിലുണ്ടായ സന്താനം വിദുര മഹാത്മാ, ലോകത്തിന് നന്മ ചെയ്യുന്നത്. ധാന്യം, വിത്ത്, ബീജം ഒന്നാണെങ്കിലും കളമനുസരിച്ചായിരിക്കും ചെടി വളരുക. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടെങ്കിലും നമ്മുടെ ഹൃദയം എത്ര ശുദ്ധമാണോ അതനുസരിച്ച് വേണം അതിനകത്ത് ചെടി വളരാൻ. ഭക്തിയും ഒരു ചെടിയാണ്, വള്ളിച്ചെടി. ഭക്തിലത വള്ളിച്ചെടിയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നാൽ ഇതിലുണ്ടാകുന്ന വള്ളിച്ചെടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. പക്ഷേ ഹൃദയം മാലിന്യം കൊണ്ട് നിറഞ്ഞാൽ വള്ളിച്ചെടിയും വളരെ മോശമായി പോകും. അപ്പോൾ വിദുരർ സത്യം പറയാൻ ഒരിക്കലും മടിക്കത്തില്ല. എപ്പോഴും അദ്ദേഹം കാര്യം കൃത്യമായി പറയും. ധൃതരാഷ്ട്രർ ഓരോ തവണ തെറ്റ് ചെയ്യുമ്പോഴും വിദുരർ അല്പം പോലും മടിക്കാതെ ധൃതരാഷ്ട്രരെ കണ്ടിട്ട്
അങ്ങ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തും. ഇത് ചില സമയം ധൃതരാഷ്ട്രക്ക് തന്നെ മനസ്സിലാകും. അതുകൊണ്ട് എന്ത് ചെയ്യും വെച്ചാൽ ഉപദേശം അദ്ദേഹം സ്വീകരിക്കുകയില്ല. കാരണം ഈ മനുഷ്യൻ പറയാൻ പോകുന്നത് സത്യമായ കാര്യമാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം ഉപദേശമൊന്നും സ്വീകരിക്കുകയില്ല. അപ്പോൾ ധൃതരാഷ്ട്രക്ക് നന്നായിട്ടറിയാം വിതുരർ നല്ലതാ പറയുന്നത്. ഇവിടെ പ്രചരണത്തിനെക്കുറിച്ച് പോലും ഒരു വാക്കുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ സത്യം ഒരിക്കലും ഒളിപ്പിക്കാൻ പാടില്ല. വേണമെങ്കിൽ ആ സത്യം മധുരമായി പറയാം. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവർ അംഗീകരിക്കാതെ വിടോ, അതുകൊണ്ട് നമ്മൾ പറയാണ്ട് ഇരിക്കാം, അവിടെ ചെന്ന് ഇതൊന്നും പറയണ്ട എന്നൊന്നും ചിന്തിക്കരുത്. സത്യം നമ്മളെപ്പോഴും എല്ലാ സ്ഥലത്തും സത്യം തുറന്ന് പറയണം. പക്ഷേ വേണമെങ്കിൽ മധുരമായി പറയാം. നാരദ മഹർഷി ഭാഗവതം മുഴുവനും സത്യം മധുരമായി പറയാറുണ്ട്. വിതുരർ ചില സമയം മധുരമായി പറയും, പിന്നെ അദ്ദേഹത്തിന് അങ്ങ് ദേഷ്യം വരും. ധൃതരാഷ്ട്രയെ നോക്കിയിട്ട് നീ മണ്ടനാണ്, ഭൗതിക ആസക്തി കൊണ്ട് നീ അന്ധനായിപ്പോയി, നീ അകത്തും മന്ദനാണ് പുറത്തും മന്ദനാണ് എന്നൊക്കെ വഴക്ക് പറയും. സഹോദരനായതുകൊണ്ട് വിതുരർക്ക് ആ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷേ ധൃതരാഷ്ട്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു വാക്ക് എതിർക്കില്ല. കാരണം ധൃതരാഷ്ട്രക്ക് നന്നായിട്ടറിയാം വിതുരർ പറയണതെല്ലാം സത്യമാണെന്ന് അറിയാം. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് വിതുരർ അതിന് തൊട്ട് മുമ്പായിട്ട്, അതിന് മുന്നേ തന്നെ വിതുരർ ഒരുപാട് ഉപദേശിച്ചു. അവസാനം എന്തായി? ഭഗവാൻ സന്ധി സംഭാഷണത്തിന് വന്നിരിക്കുക. എന്താ ഭഗവാന്റെ ഒരു ആവശ്യം? 5 ഗ്രാമം പാണ്ഡവർക്ക് കൊടുത്താൽ മതി. രാജ്യത്തിൻ്റെ പകുതി പോലും ചോദിച്ചില്ല. ധൃതരാഷ്ട്ര തരില്ല, ദുര്യോധനൻ തരില്ല എന്ന് വിതുരർക്ക് നന്നായിട്ടറിയാം, ഭഗവാനും നന്നായിട്ടറിയാം. 5 ഗ്രാമം മതി എന്നാണ് ചോദിച്ചത് ഭഗവാൻ. ആ ഒരു സന്ധി സംഭാഷണത്തിന് വന്നിരിക്കുക. ഏതെങ്കിലും ബുദ്ധിമാനാണെങ്കിൽ എന്ത് ചെയ്യും? രാജ്യമല്ലല്ലോ അവർ ചോദിക്കുന്നത്, 5 ഗ്രാമമല്ലേ എന്ന് കൊടുത്തു ഒഴിവാക്കാം എന്നല്ലേ വിചാരിക്കുള്ളൂ. ഈ മൂർഖനായ ദുര്യോധനൻ എണീറ്റ് പറഞ്ഞു, സൂചി കുത്തുന്ന നിലം പോലും തരത്തില്ല എന്ന് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പായിട്ട് വിതുരർ പറഞ്ഞു, ധൃതരാഷ്ട്ര, ഭഗവാനാ വന്നിരിക്കുന്നത്. 14 ലോകം മണ്ഡചരാചരം ചലിക്കുന്നതും ചലിക്കാത്തതും 33 കോടി ദേവീദേവഗണങ്ങളെയും സൂര്യനെയും യമനെയും നിയന്ത്രിക്കുന്ന സർവേശ്വരനാ, സച്ചിദാനന്ദ സ്വരൂപൻ. ആ ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ക്ഷണനേരം കൊണ്ട് എല്ലാം മാറ്റിമറിക്കാൻ സാധിക്കും. ധൃതരാഷ്ട്രേ, പാണ്ഡവരുടെ പരാക്രമം അങ്ങയ്ക്ക് അറിയാമല്ലോ. അങ്ങയുടെ 100 മക്കളും ഇവിടെ മരിച്ചു വീഴും, ചോര പുഴയായി ഒഴുകും. ഹസ്തിനാപുരത്തിൽ ഒഴുകുന്ന യമുന ചോര നിറത്തിൽ ഒഴുകും. മാത്രമല്ല, അവരോട് തോൾ ചേർന്ന് തോൾ നിൽക്കുന്നത് മാധവനാ കൂടെ നിൽക്കുന്നത്. ഇതൊക്കെ ഉപദേശിച്ചു. അങ്ങയുടെ മക്കളുടെ ശരീരത്തിനെ കഴുകന്മാരും ചെന്നായ്ക്കളും സദ്യയായി ഉണ്ണും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ധൃതരാഷ്ട്രർ മൗനം പാലിച്ചു. ദുര്യോധനൻ എണീറ്റ് അങ്ങോട്ട് ദേഷ്യത്തിൽ, ഞങ്ങളുടെ ചോറ് കഴിക്കുമെങ്കിലും ഉപ്പ് കഴിക്കുമെങ്കിലും അങ്ങോട്ടാണ്. അങ്ങ് എന്താ പറയുക, ഈ ചെന്നായുടെ തോല് പോതച്ച ആടാണ് എന്നൊക്കെ സ്വന്തം അച്ഛൻ്റെ സഹോദരൻ മഹാമന്ത്രി മഹാത്മാവിനെ വളരെ നീചമായി സംസാരിച്ചു. എൻ്റെ അച്ഛൻ്റെ അനുജനായ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അങ്ങയെ നമ്മുടെ രാജ്യത്തിൽ വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ രാജ്യദ്രോഹമൊക്കെ ചെയ്യുന്നതിന് കണ്ടിച്ച് തല വെട്ടിയെടുത്ത് മൃഗങ്ങൾക്ക് കളയേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു.
വിതുരർ എണീറ്റ് പറഞ്ഞു, ദുര്യോധന, ഞാൻ നിൻ്റെ അടുത്തല്ല സംസാരിക്കുന്നത്. നീ ജന്മം കൊണ്ടത് തന്നെ കുരുവംശത്തിനെ നശിപ്പിക്കാനാ. ഞാൻ നിൻ്റെ പിതാവിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. ചക്രവർത്തി ഉള്ള സമയത്ത്, സൂര്യനുള്ള സമയത്ത് ഈ മിന്നാമിനുങ്ങങ്ങളൊന്നും ആ ജീവിയില്ലേ ഇങ്ങനെ മിന്നി മിന്നി പറക്കുന്ന, അതിനൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ധൃതരാഷ്ട്രർ മൗനം പാലിച്ചു. ദുര്യോധനൻ പറഞ്ഞു, എൻ്റെ പിതാവ് ചക്രവർത്തി ഒന്നും സംസാരിക്കില്ല, ഞാനാണ് പറയുന്നത്. അല്പമെങ്കിലും അങ്ങയ്ക്ക് ബോധമുണ്ടെങ്കിൽ ഇനി ഈ രാജ്യത്തിൽ കഴിയണ്ട, ഇറങ്ങിച്ചെന്ന് പാണ്ഡവരുടെ കൂടെ കൂടിക്കോളൂ എന്ന് ഇറക്കി വിട്ടു. എപ്പോൾ തനിക്കവിടെ വിലയില്ല, സ്ഥാനമില്ല, ഞാൻ പറയുന്ന ഉപദേശങ്ങൾ മറ്റുള്ളവർ കേൾക്കുന്നില്ല എന്ന് മനസ്സിലായോ, അപ്പോഴേ വിതുരർ കൊട്ടാരം വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തണം, പാടി അതിനെ നശിപ്പിക്കരുത്. ഈവൻ നമ്മൾ ഭാഗവതം ക്ലാസ് എടുത്താലും പ്രചരണം നടത്തിയാലും ആൾക്കാരത് ശ്രദ്ധിക്കുന്നില്ല, കേൾക്കുന്നില്ല, അവിടെ പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ അതവിടെ നിർത്തണം. നമ്മൾ നീട്ടി അവരെ ബോറടിപ്പിച്ച് അവർ പിന്നെ തലയും ചൊറിഞ്ഞ് മധുരമായ ഭാഗവതം അവസാനം അതൊരു ഉപദ്രവമായി മാറാൻ പാടില്ല. കാരണം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം മധുരമാണ്, മധുരമായി തന്നെ നമ്മൾ അവതരിപ്പിക്കുക. അപ്പോൾ വിതുരരെന്ന് ഉടനെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഇനി ഞാൻ ഇവിടെ ഇല്ല, ഉടനെ അവിടെ വിട്ട് ഇറങ്ങാം, ഹസ്തിനാപുരം വിട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു, രാജിവെക്കാമെന്ന് തീരുമാനിച്ചു. ചാണക്യൻ പറയുന്നുണ്ട്, എപ്പോൾ നമ്മുടെ മക്കളെല്ലാം സ്വന്തം കാലിൽ നിൽക്കാൻ തയ്യാറാകുന്നു, എപ്പോൾ നമ്മുടെ പത്നി നമ്മളെ ബഹുമാനമില്ലാതെ വില കൽപ്പിക്കാതെ ഇത് ചെയ്യുന്നുവോ, അതായത് എപ്പോഴൊക്കെ സന്യാസം എടുക്കാമെന്നാണ് ചാണക്യൻ പറയുന്നത്. എപ്പോഴൊക്കെ സന്യാസം എടുക്കാം? മക്കൾ സ്വന്തം നിലയിലായിക്കഴിഞ്ഞാൽ സന്യാസം എടുക്കാം. രണ്ടാമത്തത്, നമ്മുടെ പത്നി നമ്മളെ വളരെ മോശമായി സംസാരിക്കുകയും വില കൽപ്പിക്കാതെ പുച്ഛിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇത് പറയുകയാണെങ്കിൽ ഭാരതത്തിൽ പകുതി ആൾക്കാർക്ക് സന്യാസം എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഗ്രഹം വന്നു കഴിഞ്ഞാൽ സന്യാസം എടുക്കാം. പിന്നെ നമ്മളുടെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ആ കുടുംബത്തിലും നാട്ടിലും ഒരു അധികപ്പറ്റാണ് എന്ന് ചിന്തിച്ചാൽ സന്യാസമെടുക്കാം. നാലാമത്തത്, വിഷ്ണുവാണ്, നാരായണനാണ് എൻ്റെ ജീവിതത്തിൻ്റെ പരമപ്രധാനം, മറ്റുള്ളതെല്ലാം രണ്ടാമത്തതാണ് എന്ന ചിന്ത വന്നാലും നമുക്ക് സന്യാസമെടുക്കാം. ചാണക്യൻ പറഞ്ഞതാ എപ്പോഴൊക്കെ സന്യാസമെടുക്കാമെന്ന്. അപ്പോൾ വിതുരരുടെ ഉപദേശത്തിന് അവിടെ യാതൊരു പ്രസക്തിയും ഇല്ലാത്തൊരവസ്ഥയായി. ഉടനെ വിതുരർ ഗ്രഹം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. വളരെ ദുര്യോധനൻ ഇറക്കി വിട്ടതിനെ വളരെ സന്തോഷത്തോട് സ്വീകരിച്ചു. അദ്ദേഹത്തിന് യാതൊരു വിഷമവും ഇല്ല. ഇത് നല്ലതാണ്, കാരണം എനിക്ക് തീർത്ഥാടനം ഇത്ര കാലം ക്ഷേത്രകുളങ്ങളും ക്ഷേത്രങ്ങളൊന്നും കാണാനും ഭഗവത് സ്മരിക്കാനുമുള്ള സമയം കിട്ടിയില്ല, ഇതെനിക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടെ തീർത്ഥാടനം പോകാൻ തയ്യാറായി വിതുരർ. ആലോചിച്ചു നോക്കൂ, നമ്മൾ നാളെ ജോലിക്ക് പോകുന്നു, അവിടെ കയറിയ ഉടനെ നമ്മുടെ മേലെയുള്ള ഉദ്യോഗസ്ഥർ പറയാ നിന്നെ പിരിച്ചു വിട്ടിരിക്കുകയാണ്. ഉടനെ വളരെ സന്തോഷത്തോടെ നന്ദി, ഞാനും വൃന്ദാവനത്തിന് പോകണം, ലീവ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പിരിച്ചു വിട്ടത് നന്നായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് വരുമോ? ഉടനെ അവിടെ സങ്കടപ്പെടുകയും കരയുകയും, എന്താ എന്നെ പിരിച്ചു വിട്ടത്, ഞാൻ എന്തെങ്കിലും ചെയ്യാം, കൂടുതൽ ജോലി ചെയ്യാം, ശമ്പളം കുറച്ചാലെങ്കിലും എൻ്റെ ജോലി എന്നെ കളയരുത് എന്നൊക്കെ നമ്മൾ കരയാൻ തുടങ്ങി. പക്ഷെ വിതുരരെ പിരിച്ചു വിട്ടപ്പോൾ സന്തോഷത്തോടു കൂടെ, കാരണം ഇത്ര കാലം എനിക്ക് സമയം കിട്ടിയില്ല, മാത്രമല്ല
ഈ ദുഷ്ടനായ ദുര്യോധനൻ്റെ ഉപ്പ് കഴിക്കേണ്ടി വന്നല്ലോ, അതിലിരുന്ന് എനിക്കൊരു മോചനം കിട്ടിയല്ലോ. കാരണം അസൂയ, പാപികൾ അവരുടെ കൈകൊണ്ട് ഉണ്ണുക എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ എന്ത് ചെയ്യാൻ, ഇന്ന് കാലത്ത് എത്രയോ പേര് ജോലി ചെയ്യുന്നു, ശമ്പളം മേടിക്കുന്നു. നമ്മളുടെ മേലെയുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ യജമാനന്മാരോ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവരായിരിക്കും, മദ്യപാനികളൊക്കെ ആയിരിക്കും. അവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭാഗവതം അനുസരിച്ച് അതെല്ലാം കുറച്ച് ദോഷമാണ്. പക്ഷേ നിവർത്തിയില്ല. കലികാലത്തിൽ വിതുരർ സന്തോഷത്തോടുകൂടെ തീർത്ഥാടനം പോയി. നേരെ അദ്ദേഹം പോയത് ഹിമാലയത്താണ്, ബദരികാശ്രമത്തിലൊക്കെയാണ് പോയത്. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, അനേകം കഥാപാത്രങ്ങൾ എല്ലാവരും തീർത്ഥാടനത്തിന് അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി, മോക്ഷം കാംക്ഷിച്ച് ഹിമാലയത്തിലോട്ടാണ് യാത്ര തിരിച്ചത്. പാണ്ഡവരാകട്ടെ, ധൃതരാഷ്ട്ര, ഗാന്ധാരി, കുന്തിദേവി, വിതുരർ, പിന്നെ അംബരീഷ മഹാരാജാവ്, മുചുകുന്ദ രാജാവ്, ഇവരെല്ലാവരും, അതായത് പണ്ട് പറയും വടക്കോട്ടുള്ള യാത്ര എന്ന് പറയും. 50 വയസ്സ്, പ്രഹ്ലാദൻ പറയുന്നത് 50 ആകുമ്പോൾ വനം വ്രജേത്, കാട്ടിലേക്ക് പോകണമെന്നാണ്. ഇപ്പോൾ നമ്മുടെ സത്സംഗത്തിൽ 30 പേരുണ്ട്, ആർക്കും 50 തികഞ്ഞിട്ടില്ല, എല്ലാവർക്കും 50 കുറഞ്ഞ്. പ്രഹ്ലാദൻ പറഞ്ഞത് 50 ആയാൽ വനം വ്രജേത്, കാട്ടിലേക്ക് പോകണം. ഇനിയും ആ ഭൗതികതയെ പിടിച്ചിട്ട് തൂങ്ങണ്ട, അത് അടുത്ത തലമുറയെ ഏൽപ്പിക്കുക. നമ്മൾ ചിലപ്പോൾ മന്ത്രിമാരെയൊക്കെ കാണും, 90 വയസ്സായാലും കസേര വിട്ടു കൊടുക്കില്ല, ഓർമ്മപ്പെശകുണ്ടാകും. ഈ സമയത്ത് ഒപ്പൊക്കെ ഇട്ട് പത്രങ്ങളൊക്കെ ഒപ്പിട്ടാൽ എന്തായിരിക്കും അവസ്ഥ രാജ്യത്തിൻ്റെ, അല്ലേ? എല്ലാ മേഖലയിലും 60 വയസ്സൊക്കെ ആകുമ്പോൾ അവിടെ ഒരു വിരാമമുണ്ട്. വിതുരർ സന്തോഷത്തോടുകൂടെ പോയി, ബദ്രികാശ്രമത്തിലേക്ക് പോയി. അവിടെ ഇരുന്നാണ് പലരും മോക്ഷപ്രാപ്തി നേടുന്നത്. ചിരഞ്ജീവിമാരെല്ലാവരും താമസിക്കുന്നത് ഹിമാലയത്തിലൊക്കെയാണ്. ആരൊക്കെയാ ചിരഞ്ജീവി? ഹനുമാൻ ഇന്നും ഹിമാലയത്തിൽ രാമനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ജാംബവാൻ ഇന്നും ഹിമാലയത്തിൽ രാമനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വ്യാസമഹർഷി ഇന്നും ഹിമാലയത്തിൽ ഭഗവാനെ ധ്യാനിക്കുകയും ഭാഗവതം രചിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ചിരഞ്ജീവിമാരും കലികാലത്തിൽ ഹിമാലയത്തിലാണ് ആശ്രയം പ്രാപിച്ചിരിക്കുന്നത്. കാരണം അവിടെ മനുഷ്യർ കുറവായതുകൊണ്ട് മദ്യപാനം, പുകവലി, മത്സ്യമാംസ ഭക്ഷണം, ഇതുപോലത്തെ കളങ്കവും ദോഷവും ഒന്നുമില്ല. പ്രകൃതിയോട് ഇണങ്ങി ഗുഹയ്ക്കകത്തൊക്കെ അവരിരുന്ന് സമാധാനമായി ഭഗവാനെ ധ്യാനിക്കുകയും സ്മരിക്കുകയും ഒക്കെ അവരുടെ ഭക്തിയുത സേവനങ്ങൾ അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിതുരർ ചെന്ന് അവിടെ എല്ലാം തീർത്ഥാടനം നടത്തി. ഓരോ ഭാഗവതത്തിൽ 4-5 സ്ഥലങ്ങളുടെ ലിസ്റ്റ് തന്നെ ഉണ്ട്. അവിടെ എല്ലാം ചെന്ന് ഭഗവാന്റെ കീർത്തികൾ ധ്യാനിക്കുകയും അവിടെ ഉള്ള ഋഷിമാരെടുത്തും മുനിമാരെടുത്തും അതെല്ലാം ചർച്ച ചെയ്യുകയും ഭഗവത് സ്മരണ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് ഈ ഒരു തട്ടകം, ഈ ഒരു മേഖലയിൽ മാത്രമേ ആത്മസംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഭൗതികമായി എന്തെല്ലാം നേടിയാലും ശരി, ഒരിക്കലും ആത്മസംതൃപ്തി ഉണ്ടാവുകയില്ല. ഭഗവത് സേവനം, ഭഗവത് നാമജപം, ഭഗവാന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക, ഭഗവത് കൈങ്കര്യം ചെയ്യുക, ഇതെല്ലാം ചെയ്താൽ മാത്രമേ ആത്മസമർപ്പണം, ആത്മസംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വിതുരർ ആത്മസംതൃപ്തി നേടി. അപ്പോഴാണ് വിതുരർക്ക് ഒരു വാർത്ത കിട്ടുന്നത്, കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർ വിജയിച്ചു, കൗരവരുടെ 100 വേരോട് ഉന്മൂലനം ചെയ്യപ്പെട്ടു. വാർത്ത കേട്ടപ്പോൾ അപ്പോഴും വിതുരർക്ക് കർത്തവ്യബോധമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരനെ രക്ഷിക്കണമല്ലോ,
അപ്പോഴും വിദുരർക്ക് ധൃതരാഷ്ട്രരുടെ അടുത്ത് വലിയ സ്നേഹമാണ്, ഡ്യൂട്ടി ബൗണ്ടഡ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ കാണുന്ന എല്ലാവരും ഗൃഹസ്ഥരാണ്. നിങ്ങൾക്ക് ഭാര്യ, ഭർത്താവ്, മക്കൾ, അച്ഛനമ്മ എല്ലാ കർത്തവ്യമുള്ളവരാണ്. നമ്മുടെ പ്രധാന കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ കുടുംബാംഗങ്ങൾക്ക് ഈശ്വരജ്ഞാനം തരിക എന്നുള്ളതാണ് പ്രധാന കർത്തവ്യം. മറ്റതെല്ലാം സെക്കൻഡറിയാണ്. നമ്മൾ മക്കളെ ഡോക്ടറാക്കണം എന്ന് ആഗ്രഹിക്കും, ജീവിതത്തിൽ ഒരു നിലയിൽ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കും. ഒരു തെറ്റുമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈശ്വരജ്ഞാനവും അവർക്ക് കൊടുക്കണം. എന്നാലേ നമ്മുടെ കർത്തവ്യം പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ പാണ്ഡവർ യുദ്ധത്തിൽ വിജയിച്ചു. ധൃതരാഷ്ട്രർ പാണ്ഡവരുടെ കൊട്ടാരത്തിൽ കഴിയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ വിദുരർ തീർത്ഥാടനം നിർത്തി തിരിച്ചു നേരെ ഹസ്തിനാപുരത്ത് വന്നപ്പോൾ നേരെ അദ്ദേഹം ധൃതരാഷ്ട്രയെ കാണാൻ, സഹോദരനെ കാണാൻ ചെന്നു. കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ബദ്രികാശ്രമത്തിൽ പോയി, ഞാൻ സരസ്വതി നദിയിൽ സ്നാനം ചെയ്തു, ഞാൻ അവിടെ പോയി ഇവിടെ പോയി എല്ലാം വിശദീകരിച്ചിട്ട് ധൃതരാഷ്ട്രടുത്ത് ചോദിച്ചു, അങ്ങ് എങ്ങനെയാ കഴിയുന്നത്? ധൃതരാഷ്ട്ര പറഞ്ഞു, എൻ്റെ സ്വന്തം മക്കളെക്കാളും യുധിഷ്ഠിരൻ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ 100 മക്കൾ മരിച്ചുവെങ്കിലും പാണ്ഡവരെന്നെ സ്വന്തം മക്കളെക്കാളും നന്നായിട്ട് നോക്കുന്നു. യുധിഷ്ഠിരൻ എനിക്ക് വേണ്ട ബഹുമാനം തരുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്. ഭീമൻ മാത്രം അല്പം ദേഷ്യം കാണിക്കും, ബാക്കി എല്ലാവരും എന്നെ വളരെ സന്തോഷത്തോടു കൂടെയാണ് നോക്കുന്നത്. ഉടനെ വിദുരർ ചോദിച്ചു, 100 മക്കളും കൺമുമ്പേ മരിച്ചു, അവരുടെ ശരീരത്തിനെ കഴുകന്മാർ കൊത്തിത്തിന്നു, എന്നിട്ടും നാണമില്ലേ അങ്ങയ്ക്ക്? പാണ്ഡവരുടെ കൊട്ടാരത്തിൽ വന്ന് ഭീമൻ കഴിച്ചിട്ട് കളയുന്ന എച്ചിലും എടുത്ത് തിന്നാൻ, അതും സന്തോഷത്തോടു കൂടെ. അങ്ങ് ശരിക്കും ഹൃദയം കൊണ്ട് അന്ധനാണങ്ങ്. ഇത്ര കാലമായിട്ടും ഏതാ സത്യം ഏതാ മിഥ്യ എന്ന് തിരിച്ചറിഞ്ഞില്ല ഇല്ലേ? ഹൃദയഗ്രന്ഥി, രാജ്യം, പണം, സ്ഥാനമാനത്തിൽ ഹൃദയം കൊണ്ടൊരു കെട്ട് വീണിരിക്കുക അങ്ങയ്ക്ക്. ഇപ്പോഴെങ്കിലും വിട്ടു വന്നൂടെ എന്ന് വളരെ കൂർത്ത, വളരെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ സംസാരിച്ചു വിദുരർ. ആ വാക്ക് ധൃതരാഷ്ട്രയുടെ ഹൃദയത്തിൽ കുത്തിത്തുളച്ചു. അന്ന് രാത്രി ആ പാണ്ഡവരെടുത്ത് പോലും പറയാതെ വിദുരരും ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കൂടെ പാണ്ഡവരുടെ അമ്മയായ കുന്തി മഹാറാണിയും അവിടം വിട്ടുപോയി. രാവിലെ അർജുനൻ ഓടി വന്ന് പറയാ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്ത്, ചേഷ്ട, ചക്രവർത്തി, അമ്മയെ കാണാനില്ല. കുന്തിയെ കൊട്ടാരം മുഴുവനും അന്വേഷിച്ചു, അമ്മയെ കണ്ടില്ല. ആണോ? ധൃതരാഷ്ട്രരുണ്ടോ? നമ്മുടെ വലിയച്ഛനുണ്ടോ? അദ്ദേഹത്തിനെയും കാണാനില്ല. ഓ, അമ്മയുടെ സമാനമായ ഗാന്ധാരി ദേവി ഉണ്ടോ? ഗാന്ധാരിയും കാണാനില്ല. ശരി, നമ്മുടെ മാമൻ വിദുര മഹാത്മാവുണ്ടോ? വിദുരരെയും കാണാനില്ല. അപ്പോൾ യുധിഷ്ഠിർ പറഞ്ഞു, എന്നാ വിഷമിക്കേണ്ട, വിദുരരവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വടക്കോട്ട് യാത്ര തിരിച്ചിട്ടുണ്ടാവും, അവരെല്ലാം ബദ്രികാശ്രമത്തിനെ നോക്കി യാത്ര തിരിച്ചിട്ടുണ്ടാവും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമൻ ചോദിച്ചു, എന്നാലും പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ട് പോകണ്ടേ, അതല്ലേ മര്യാദ എന്ന് പറഞ്ഞപ്പോൾ, എവിടെ പോയാലും വീട്ടിൽ അറിയിച്ചിട്ട് പോകണം, ഞാൻ തിരിച്ചു വരും, പോയിട്ട് വരാം, പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ്. ഇല്ലേ, നമ്മളെ വീട്ടിലൊക്കെ പോകുമ്പോൾ പണ്ട്, ഇപ്പം പതിവൊന്നുമില്ല, പണ്ട് ആൾക്കാർ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട, പോയിട്ട് വരാം എന്ന് പറയൂ എന്ന് പറയും, പോസിറ്റീവായിട്ട് പറയും. അങ്ങനെയൊക്കെ ഒരു ആചാരം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. പോണെന്നും പറയുന്നില്ല, വരുന്നെന്നും പറയുന്നില്ല, എല്ലാം ബൈ, ഫൈ, ചൈ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അർത്ഥമില്ലാത്ത രീതി. പോയിട്ട് വരാമെന്ന് പറയും. പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം വടക്കോട്ടുള്ള യാത്ര വരുമ്പോൾ മാത്രം ആരെയും അറിയിക്കണമെന്ന് നിർബന്ധമില്ല. യുധിഷ്ഠിർ പറഞ്ഞു ഭീമസേനൻ്റെ അടുത്ത്, ഭീമാ, അവർ പോയിരിക്കുന്നത് മോക്ഷത്തിനെ അന്വേഷിച്ചിട്ടാണ്,
മോക്ഷത്തിനെ അന്വേഷിച്ചിട്ട് സന്യാസം എടുത്തു പോകുമ്പോഴോ ഗ്രഹമുപേക്ഷിച്ച് തീർത്ഥാടനത്തിന് പോകുമ്പോഴോ ആരെയും അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ത്യാഗം ചെയ്യുമ്പോൾ അറിയിക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ, ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന ചെയ്തത് വത്സലൻ നായർ 500 രൂപ, അംബികാദേവി 1000 രൂപ, അവിടെ വലിയ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാകും. ദാനം ചെയ്യുമ്പോൾ, സന്യാസം എടുക്കുമ്പോൾ ഇതൊന്നും അറിയിക്കേണ്ട കാര്യമില്ല. നമ്മളിതൊന്നും കൃത്യമായി പാലിക്കാറുമില്ല. ഇപ്പം എല്ലാം വാട്സാപ്പിലിട്ടാണ് ലോകത്തിനെ അറിയിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയിക്കേണ്ട കാര്യമില്ല. കർണൻ പോലും അത് പറഞ്ഞു മഹാഭാരതത്തിൽ. വലത്തേ കൈ കൊടുക്കുന്നത് ഇടത്തേ കൈ അറിയേണ്ട കാര്യമില്ല എന്ന് കർണൻ പോലും പറഞ്ഞു. അങ്ങനെ അവരെല്ലാം പോയി. ഇന്നും നമ്മൾ ഹിമാലയത്തിൽ യാത്ര ചെയ്താൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാം. പാണ്ഡു ശരീരം ഉപേക്ഷിച്ച സ്ഥലം, ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോയത്. നമ്മൾ ബദ്രികാശ്രമം കഴിഞ്ഞ് അല്പം കൂടെ മേലിലോട്ട് യാത്ര ചെയ്യുമ്പോൾ മാനാഗാവ് എന്നൊരു ഒരു ഗ്രാമം വരും, ഒരു കൊച്ചു ഗ്രാമം. അവിടെയാണ് വ്യാസഗുഹയുള്ളത്. വ്യാസൻ ഇരുന്ന് മഹാഭാരതമൊക്കെ രചിച്ചത്, ഗണപതി എഴുതിയത് ആ സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് അല്പം കൂടെ മേലെ പോകുമ്പോൾ അംബരീഷ ഗുഹ, അംബരീഷൻ ധ്യാനം ചെയ്ത സ്ഥലമുണ്ട്. അതും കൂടെ കുറച്ച് കഴിഞ്ഞ് മേലെ പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട്. പെട്ടെന്ന് എനിക്ക് പേര് മറന്നുപോയി. നല്ലൊരു പേരാണ്, ഒരു വെള്ളച്ചാട്ടം, ഒരു വാട്ടർഫോൾസ്. പെട്ടെന്ന് നല്ല പേരാണ്, പേര് മറന്നുപോയി. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയുക. മാനാ ഗ്രാമവും കഴിഞ്ഞ് അല്പം കൂടെ മേലെ പോകുമ്പോൾ, നോക്കട്ടെ, ഗൂഗിളിൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, പെട്ടെന്ന് മറന്നുപോയി. ആ വെള്ളച്ചാട്ടം വരെ ഇവരെ പാണ്ഡവരൊക്കെ, അവരും അതുപോലെയാണ് പോയത്. അവസാനം ഒരു ദിവസം യുധിഷ്ഠിരൻ വന്ന് പറയും, അർജുനൻ വന്ന് പറയും, തലയിലടിച്ച് നെഞ്ചിലടിച്ചിട്ട് വന്ന് പറയും, ജ്യേഷ്ഠ, ഭഗവാൻ കൃഷ്ണൻ ഈ ഭൂമിയിലിരുന്ന് തിരിച്ചു പോയി. അത് പ്രഭാസ പട്ടണത്തിൽ ഇരുന്നാണ് കൃഷ്ണ ഭഗവാൻ തിരിച്ചു പോയത്. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഭീമൻ പറയും, ഇന്നലെ ഞാൻ ഭയാനകമായ സ്വപ്നം കണ്ടു. ആകാശത്തിരുന്ന് ചോര മഴ വരുന്നതായി കണ്ടു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുമ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് വസുധാര. ഹിമാലയത്തിലുള്ള അതിസുന്ദരമായ വെള്ളച്ചാട്ടം വസുധാര. അപ്പോൾ ഭഗവാൻ തിരിച്ചു പോയി എന്നറിഞ്ഞപ്പോൾ യുധിഷ്ഠിരനും അതുപോലെ ഒരക്ഷരം പറയാതെ എണീറ്റ് നടന്നു. പരീക്ഷിത്തിനെ വിളിച്ചു. അർജുനൻ്റെ പുത്രൻ, പേരക്കുട്ടിയായ പരീക്ഷിത്തിനെ വിളിച്ച് ചക്രവർത്തിയായി പട്ടാഭിഷേകം ചെയ്തിട്ട് യുധിഷ്ഠിരൻ നടന്നു. പുറകേ ഭീമസേനനും നടന്നു. അർജുനൻ, നകുലൻ, സഹദേവൻ, ദ്രൗപദി, കൂട്ടത്തിൽ ഒരു നായയുണ്ടായിരുന്നു. ഇവരെല്ലാം വസുധാര വെള്ളച്ചാട്ടം വരെ ഒരാളുടെ പുറകെ ഒരാളായി നടന്നു. അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ ശരീരം പ്രാണൻ വിട്ട് വീണു. അവരെല്ലാം സ്വർഗത്തിലാദ്യം പോയി, പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് പോയി. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ലൈഫിൽ ഈ ഒരു ഓട്ടം, അത് ഉടനെ വേണമെന്നില്ല, ഒരു 50-55 വയസ്സ് വരെ ജീവിതത്തിൻ്റെ ഓട്ടത്തിലാവാം. കാരണം നമുക്ക് കർത്തവ്യമുണ്ട്, മക്കളുണ്ട്, ചെറുമക്കളുണ്ട്, കാര്യങ്ങളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. പക്ഷെ ആ ഒരു ഏജ് കഴിയുമ്പോൾ ഈ ചക്രത്തിനെ ഒന്ന് സ്ലോ ആക്കണം. സ്ലോ ആക്കിയിട്ട് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും, ഭഗവാന് വേണ്ടി ഇനിയുള്ള സമയം മുഴുവനും സേവനം, പിന്നെ ഫുള്ളങ്ങ് ഇറങ്ങണം. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇനി എന്താ ജീവിതത്തിൽ, അല്ലേ? അല്ലെങ്കിൽ ഈ ജീവിതമാകുന്ന പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകും. ഒന്നും കൂടെ ഈ ഭൂമിയിൽ ജനിക്കേണ്ടി വരും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. മുഴുവനുമായിട്ട് നമ്മുടെ അത്യാവശ്യ കർത്തവ്യങ്ങളൊക്കെ ഒരുവിധമായി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ സേവിക്കാൻ അങ്ങ് മുഴുവൻ ഇറങ്ങണം. കാരണം പിന്നെ ഒരു 10 കൊല്ലമൊക്കെ ആരോഗ്യം കാണത്തുള്ളൂ.
പിന്നെ ഒരു 60-65 ആയിക്കഴിഞ്ഞാൽ മുട്ടുവേദനയായി, ആ വേദന ഇപ്പം 45 തന്നെ ആൾക്കാർക്ക് ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ മനസ്സുകൊണ്ട് ഇതെല്ലാം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും ശരീരം വന്നിട്ട് സഹകരിക്കത്തില്ല. ഫുള്ളി ഭഗവത് സേവനത്തിനായി ഇറങ്ങണം. വിതുര മഹാത്മാ തൻ്റെ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുത്തു. ഹരേ കൃഷ്ണ. വളരെ നന്ദി. നമസ്കാരം.